HBK ടെക് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് എളുപ്പത്തിൽ നമുക്കൊരു ടെലസ്കോപ്പ് എങ്ങനെ വീട്ടിൽ നിർമ്മിച്ചെടുക്കാം എന്നൊരു വീഡിയോ ആണ്. ഇതിന് വലിയ ചിലവൊന്നും വരില്ല. ഏകദേശം 700 രൂപയ്ക്ക് ചോടെ എന്തായാലും ഇതിന് വില വരുത്തുള്ളൂ. അത്രയൊക്കെ ഇതിന് ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഇതിലൂടെ ഒരിക്കലും സൂര്യനെ നേരിട്ട് നോക്കരുത്. ഏതൊരു ടെലസ്കോപ്പിൽ കൂടെയും നിങ്ങൾ നേരിട്ട് സൂര്യനെ നോക്കാൻ പാടില്ല. അത് കണ്ണിന് കേടാണ്. ഓക്കെ, ഇതിലൂടെ നിങ്ങൾക്ക് നമ്മുടെ ഗ്രഹമായ ചന്ദ്രനെ നോക്കാൻ സാധിക്കും. അത്യാവശ്യം ക്ലിയർ തന്നെ ഇതിൽ കാണാൻ സാധിക്കും. ഓക്കെ, അങ്ങനത്തെ രൂപത്തിലാണ് ഞാനിത്. ഇതിൻ്റെ കപ്പാസിറ്റി വേണമെങ്കിൽ ഇനിയും കൂട്ടാം. ഈ രൂപത്തിലാണ് ഞാൻ ഈ ടെലസ്കോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലിട്ട് പോകാം. ഓക്കെ, നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മൾ ഓൺലൈൻ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന കിറ്റിൽ ഉണ്ടാകുന്ന മൂന്ന് ഐറ്റംസ്. ഈ മൂന്ന് ഐറ്റംസാണ് നമുക്ക് 550 രൂപയ്ക്ക് കിട്ടുന്നത്. ഓക്കെ, ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 38 mm ഡയമീറ്ററാണ്. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത് 500 mm ഫോക്കൽ ലെങ്ത് പറയുന്നുണ്ട്. ഓക്കെ, ഇത് നമ്മൾ 25 mm ഫോക്കൽ ലെങ്ത്തുള്ള ഐപീസാണ് നമുക്ക് ഈ കിറ്റിൽ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി ഏകദേശം പറയുകയാണെങ്കിൽ നമുക്ക് 20x സൂമിങ്ങിന് കിട്ടും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഉപഗ്രഹമായ ചന്ദ്രനെയൊക്കെ വീക്ഷിക്കാൻ ഇത് ധാരാളം മതിയാവും. ഓക്കെ, ഇനി ഇതിലേക്ക് അടുത്തത് വരുന്നത് റിഫ്ലക്ടറാണ്. ഈ റിഫ്ലക്ടർ നമ്മൾ ഇതിലേക്ക് സംഘടിപ്പിച്ച് വെച്ചത് ഇത് ഹാർഡ് ഡിസ്കിലാണ്. കമ്പ്യൂട്ടർ സർവീസ് സെൻറ്ററിലൊക്കെ നമുക്ക് ഹാർഡ് ഡിസ്ക് ഹാർഡ് ഡിസ്കൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഹാർഡ് ഡിസ്കിൻ്റെ ഒരു ഡിസ്ക് തന്നെയാണിത്. അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുത്താണ്. അപ്പോൾ കട്ട് ചെയ്ത് ഏകദേശം ഷേപ്പിലാക്കി എടുത്തു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് റിഫ്ലക്ടർ വേണം. കണ്ണാടി വെക്കാം, പക്ഷേ അതിൻ്റെ ഒരു ക്ലാരിറ്റി നമുക്കത് കിട്ടില്ല കണ്ണാടി വെച്ചാൽ. അതുപോലെ തന്നെ ഈ റിഫ്ലക്ടർ ആണെങ്കിൽ അത്രയും നല്ലത്. ഇത് ഹാർഡ് ഡിസ്കിൽ നമ്മൾ എടുത്തതിനെ കൊണ്ട് നമുക്ക് ഇതിൻ്റെ റിഫ്ലക്ടർ നമ്മൾ കഴിച്ചിലാവും. ഓക്കെ, ഇനി അടുത്തത് വേണ്ടത് PVC പൈപ്പ്. PVC പൈപ്പ് ഇത് 40 mm PVC പൈപ്പാണ്. ഇത് നീളം 32 cm നീളം. ഓക്കെ, ഇത് നമ്മൾ റിഫ്ലക്ടർ വെക്കാൻ ആംഗിൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി വെച്ചാണ്. കാരണം ഇത് നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് പ്രശ്നമാകും. അതുപോലെ തന്നെ മുകളിലേക്ക് നോക്കുമ്പോൾ വ്യത്യാസം വരും. കാരണം കഴുത്തിന് ഇത് നേരെയാണെങ്കിൽ കഴുത്തിന് ഭയങ്കര വേദനയായിരിക്കും ഇങ്ങനെ നോക്കുമ്പോൾ. പക്ഷേ ഇതിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ നേരെ നോക്കിയിട്ട് നമുക്ക് മേലോട്ട് നോക്കാൻ സാധിക്കും. ഓക്കെ, ഇതാണ് നമ്മൾ ഈ ആംഗിൾ കൺവേർട്ട് ചെയ്യുന്നത്. ഇത് 45 ഡിഗ്രി ആംഗിളാണ് ഇതിൻ്റെ കട്ടിങ് വരുന്നത്. ഇത് നിങ്ങൾക്ക് ഇവിടെ ഒരു എൽബോ കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒരു എൽബോ കൊടുക്കാം. ഇതിന് കണക്കാക്കി ഇത് ഞാൻ പൈപ്പ് കട്ട് ചെയ്ത് തന്നെ ഇവിടെ നിന്ന് വേറൊരു പൈപ്പ് കട്ട് ചെയ്ത് വെച്ചാണ്. ഇത് 45 ഡിഗ്രി ആംഗിൾ കട്ട് ചെയ്ത് വെച്ചാണ്. നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ നീളം ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ നീളം 14 cm നീളത്തിലാണ് ഇത് എൽബോൻ്റെ ഇവിടെ എൻഡിലേക്ക് വരേണ്ടത്. ഈ എൻഡിലേക്ക്. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് 5 cm ആണ്. ഇതിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് 5 cm വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അടുത്തത് വേണ്ടത് നമുക്ക് ഇത് റെഡ്യൂസറാണ്. ഇത് ഇതിലേക്ക് ഇറക്കാൻ തക്കത്ത റെഡ്യൂസറാണ്. അത് നിങ്ങൾ പറഞ്ഞാൽ ആ റെഡ്യൂസർ നിങ്ങൾക്ക് കിട്ടും. കാരണം ഇത് 40 mm ആണ്, 32 mm ആണ്. അപ്പോൾ 32-ൻ്റെതും 40-ൻ്റെയും റെഡ്യൂസർ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഇതൊരു 4 ഇഞ്ചിൻ്റെ ബോൾട്ടാണ്. ഇത് നമ്മൾ ഇതിൻ്റെ ഫോക്യൂസർ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാണ്. ഓക്കെ, ഇത് നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്യണം. അത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ഇത് നമുക്ക് ഈ റെഡ്യൂസർ കിട്ടുമ്പോൾ ആദ്യം ഇത് സ്മൂത്തായിട്ട് ഇതിലൂടെ ഇറങ്ങില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ ഈ എക്സോ ബ്ലേഡ് വെച്ച് നമ്മൾ ഇങ്ങനെ ചുരണ്ടി എടുക്കണം. എന്നിട്ട് സാൻഡ് പേപ്പർ ഇട്ടിട്ട് ഫിക്സ് ആക്കി നമുക്ക് ഇതിനുള്ളിൽ സ്മൂത്തായിട്ട് ഇതിങ്ങനെ കയറണം. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഇത് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അടുത്തത് വേണ്ടത് നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് വെക്കണം. ഇത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഇത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചാണ്. ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോ അറിയില്ല. ഇത് ഈ ഡയമീറ്ററിൽ നമ്മൾ ഇത് PVC പൈപ്പിൻ്റെ ഒരു കട്ട് ചെയ്തെടുത്തൊരു പോർഷനാണ്. ഈ ലെവലിൽ നിങ്ങൾ കട്ട് ചെയ്യുക.
എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യുക. ഇത് ഏകദേശം 6 സെൻറ്റി നീളത്തിൽ ഇട്ട് 2 പീസ് കട്ട് ചെയ്യുക. 6 സെൻറ്റിയും ഇങ്ങനെ 3 സെൻറ്റി, അങ്ങനെ 3 സെൻറ്റിയും ഇത് 6 സെൻറ്റി. അത് കട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇതിലേക്ക് ഫിക്സ് ചെയ്യാൻ പാകത്തിൽ ഇവിടെ ഇങ്ങനെ ഒരു കർവ് മാർക്ക് ചെയ്ത് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത പോർഷൻ ഇങ്ങോട്ട് മടക്കി ഇവിടെ ഗ്ലൂ ചെയ്യുക. ഓക്കെ. അതുപോലെ അടുത്തത് വരുന്നത് ഇതിനാണ്. ഇതിന് അതുപോലെ തന്നെ ഒന്ന് മേക്ക് ചെയ്യുക. ഇതേപോലെ തന്നെ 2 നമ്മൾ മേക്ക് ചെയ്യുക. ഇതിൻ്റെ 2 അറ്റത്തും 2 ഹോൾ മേക്ക് ചെയ്യുക. നടുക്ക് 1/4 ഇഞ്ച് ബോൾട്ട് ഇറങ്ങാൻ പാകത്തിൽ ഹോൾ മേക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിലും 1/4 ഇഞ്ച് ബോൾട്ട് ഇറങ്ങാൻ പാകത്തിൽ 2 ഒരേപോലെ തന്നെ മേക്ക് ചെയ്യുക. ഓക്കെ. ഇതിന് 2 നെറ്റ് വേണം. കാരണം ഒന്ന് ഇവിടെ ടൈറ്റ് ചെയ്ത് വെക്കാണ്, ഒന്ന് ഇത് ഞാൻ പറഞ്ഞുതരാം, ഇതിൻ്റെ തലക്കിലേക്ക് ടൈറ്റ് ചെയ്ത് വെക്കാനാണ്. ഓക്കെ. അത് നിങ്ങൾക്ക് നമ്മൾ ഇപ്പോൾ ഒരു പശ വരുന്നുണ്ടല്ലോ പെട്ടെന്ന് ഒട്ടുന്നേ, അത് യൂസ് ചെയ്താൽ മതി. ഓക്കെ. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാം. ഇത് നമ്മൾ അലൂമിനിയത്തിൻ്റെ പൈപ്പാണ്. ഇത് ചെറിയ അലൂമിനിയം പൈപ്പാണ്. അത് ഇതിലേക്ക് ഇറങ്ങി വെക്കാൻ പാകത്തിലാണ്. ഓക്കെ. ഇതിങ്ങനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതിലൂടെ ഇറങ്ങി വെക്കാൻ പാകത്തിലാണ് ഇതിങ്ങനെ. ഓക്കെ. ഈ ഒരു ഇതിൽ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് ഒന്ന് പറയാൻ വിട്ടുപോയി. ഇത് നമ്മൾ ഈ ബോൾട്ട് ഇറക്കി ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ PVC പൈപ്പിൻ്റെ ഈ നമ്മൾ വെച്ച 40 mm PVC പൈപ്പിൻ്റെ ഒരു കട്ട് ചെയ്തിട്ട് ആ പോർഷൻ എടുക്കുകയും ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ഇവിടെ വെക്കാൻ പാകത്തിൽ നമ്മൾ സെറ്റ് ചെയ്യണം. ഇതിലിറങ്ങി പാകത്തിൽ നമ്മൾ ഈ 2 സ്റ്റാൻഡ് നമ്മൾ നിർമ്മിച്ചല്ലോ ഒരേപോലത്തെ 2 ആ നിർമ്മിച്ചതിലേക്ക് ഇതിങ്ങനെ ഇവിടെ ഇറക്കിയിട്ട് ഇവിടെ ഗ്ലൂ ഇവിടെ ഗ്ലൂ ഇറക്കി കൊടുക്കണം. ഇവിടെ ഗ്ലൂ ഇറക്കി കൊടുക്കാൻ തക്കത്തോണം നമ്മൾ സെറ്റ് ചെയ്യുക. ഓക്കെ. നമുക്ക് ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇത് ചെയ്യേണ്ടത്, ഇത് ആദ്യം നമ്മൾ വാങ്ങുമ്പോൾ ഈ ക്യാപ്പ് നമ്മൾ കിറ്റിലുണ്ടാകുന്ന ഈ ക്യാപ്പില്ലേ, എൻ്റെ ക്യാപ്പ്, അത് ലെൻസിൻ്റെ അടുത്തുള്ള ഈ ക്യാപ്പ് ലൂസായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഇൻസുലേഷൻ ചുറ്റിച്ച് കൊടുക്കുക. ഇൻസുലേഷൻ അല്ലേ, അത് നമ്മൾ റൗണ്ട് ചെയ്ത് കൊടുത്തിട്ട് അവിടെ ടൈറ്റ് ചെയ്ത് ഇറക്കി വെക്കുക. ലെൻസ് കയറ്റി ഇറക്കി വെക്കുക. അതുപോലെ തന്നെ റിഫ്ലക്ടർ, ഞാൻ പറഞ്ഞ റിഫ്ലക്ടർ ഇവിടെ നമ്മളിവിടെ ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഗ്ലൂ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഒട്ടുന്ന ഒരു പശയുണ്ട്, അത് ഈ മണൽ ഇവിടെ നമ്മൾ കുറച്ച് ഇറക്കി കൊടുത്തിട്ട് ഈ സൈഡിൽ നമ്മൾ ഗ്ലൂ ചെയ്യാം. നിങ്ങളുടെ ഐഡിയ പ്രകാരം നിങ്ങൾക്ക് വേറെ രൂപത്തിൽ ഗ്ലൂ ചെയ്യാം. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ നേരത്തെ നമ്മൾ ചെറിയ 2 സ്റ്റാൻഡ് ഉണ്ടാക്കിയത്, അതുപോലെ ഇവിടെ മണൽ അല്ലെങ്കിൽ മണ്ണ് നമ്മൾ ഇറക്കിയിട്ട് നമ്മളിവിടെയൊക്കെ ഈ ഗ്ലൂ ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇത് ഒട്ടിക്കിട്ടും. സ്റ്റാൻഡൊക്കെ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന നെട്ടില്ലേ, ഇവിടെ ഒരു നെറ്റ് വെച്ച് ടൈറ്റ് ആക്കണം ആദ്യം. ഈ ഭാഗം ഉണ്ടോ, ഇത് ഇങ്ങനെ സ്മൂത്തായിട്ട് നീങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ സ്മൂത്തായിട്ട് നമ്മൾ ഇങ്ങനെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം ഫോക്കൽ ലെങ്ത്ത് റെഡിക്ക് നമുക്ക് കിട്ടണം. അതുകൊണ്ട് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നെട്ട് ഇവിടെ ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ഇവിടെ ഒരു നെറ്റ് വേണം, അത് ഇവിടെ ഫിക്സഡ് ആയിരിക്കണം. അതാണ് ഇവിടെ നമ്മൾ ഈ സ്റ്റാൻഡിൻ്റെ ഇവിടെ നമ്മൾ ഈ മണലോ അല്ലെങ്കിൽ മണ്ണോ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് അതിവിടെ ഫിക്സ് ചെയ്യുക. അത് ബോൾട്ട് ഇതിലൂടെ ഇറങ്ങാൻ പാകത്തിൽ മാത്രം ഫിക്സ് ചെയ്യുക. ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്മൂത്ത് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ പ്രകൃതിയെ ഇതിലൂടെ കാണാൻ സാധിക്കും. ഓക്കെ. അങ്ങനെ പല ഫോക്കസ് ആയിരിക്കും. ഈ അടുത്തേക്ക് ഫോക്കസ് വരുന്നത് ചന്ദ്രനെയൊക്കെ നോക്കുമ്പോൾ വളരെ ദൂരെ നോക്കുന്നതാണ് ഈ അടുത്തേക്ക് വരുന്നത്. കാരണം അടുത്തേക്ക് ഇങ്ങനെ പോയി നോക്കുമ്പോൾ ദൂരോട്ടുള്ള ഫോക്കസാണ് വരിക. ഓക്കെ. അതങ്ങനെ ചെയ്യാം. ഇത് ഈ അലൂമിനിയത്തിൻ്റെ ഒരു ചെറിയ പൈപ്പാണ്. ഇത് നിങ്ങൾ ഈ എൻഡൊക്കെ നിങ്ങൾ തന്നെ നല്ലോണം മടക്കി സേഫ്റ്റിയിൽ നല്ലോണം തന്നെ മടക്കി നിങ്ങൾ ഫിക്സ് ചെയ്യണം. കാരണം എവിടെയും തട്ടിയിട്ട് മുറിയുകയും ചെയ്യരുത്. ഓക്കെ. അങ്ങനെയൊക്കെ നോക്കിയിട്ട് ചെയ്യുക. ഇതിൻ്റെ നീളം ഏകദേശം, ഈ ബോൾട്ടിൻ്റെ നീളം ഞാൻ പറയാൻ വിട്ടുപോയി. ബോൾട്ടിന് നീളം ഏകദേശം ഒരു 5 ഇഞ്ചിൻ്റെ നീളം മതി. 5 ഇഞ്ചൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യും. 5 നീളം മതി. ഇത് 6 ഇഞ്ചിൻ്റെ ബോൾട്ടാണ്. നിങ്ങൾക്ക് 5 ഇഞ്ചിൻ്റെ മതി. ഓക്കെ. ഇതിനെ വാങ്ങിയാൽ മതി. എന്നിട്ട് ഇറക്കി വെച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഐ പീസ് ഇവിടെ ഇറക്കി വെക്കണം, എന്നിട്ടാണ് നോക്കുക. ഓക്കെ.
ഈ ഇറക്കി വെക്കുമ്പോണ്ടല്ലോ ഇവിടെ ലൂസായിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ സെല്ലോ ടേപ്പ് ഇവിടെ ഒന്ന് ചുറ്റി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ വെക്കുക, ആക്കി കൊടുക്കുക. എന്നിട്ട് പോക്കറ്റ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാം ഇത് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ചന്ദ്രനെ പ്രകൃതിയൊക്കെ വീക്ഷിക്കാം. വളരെ ചുരുങ്ങിയ ചിലവ്, ഏകദേശം ഒരു 700 രൂപ ആ റേഞ്ചൊക്കെ വരുന്നുള്ളൂ ഞാൻ നോക്കുമ്പോൾ. ഏറ്റവും ചുരുങ്ങിയ ഏറ്റവും കപ്പാസിറ്റി ഉള്ളവർ ചിലപ്പോൾ ടെലസ്കോപ്പ് ഇത് തന്നെയായിരിക്കും. കാരണം ഇതിന് ലെൻസ് നമ്മൾ വാങ്ങണം. അത് നമുക്ക് ഉണ്ടാക്കുക മേക്കിങ് ഭയങ്കര പ്രശ്നമാണ്. മേക്കിങ്ങിനൊക്കെയാണ് ഇതിൻ്റെ പണി വരുന്നത്. ഈ ലെൻസൊക്കെ നമുക്ക് പ്രൈമറി ലെൻസും അതൊക്കെ മേക്ക് ചെയ്യാൻ ശേഷം പണിയാണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇതിപ്പോൾ 25mm ഐപ്പീസാണ്. ഇത് നിങ്ങൾക്ക് 4mm 8mm ഒക്കെ വാങ്ങി വെച്ചാൽ അത് ഡിവൈഡ് ചെയ്യുന്ന സൂമിങ് നിങ്ങൾ കിട്ടും. ഇതിപ്പോൾ 25 ആണെങ്കിൽ 20x സൂമിങ് കിട്ടും. ഇതിപ്പോൾ 8mm ആണെങ്കിൽ നിങ്ങൾക്ക് 62.5x സൂമിങ് കിട്ടും. ഈ ഐപ്പീസ് 4mm ആണെങ്കിൽ 125x സൂം കിട്ടും. 8 ആണെങ്കിൽ 62 കിട്ടും. ഓക്കെ, പിന്നെ 10mm ഉള്ള ഫോക്കൽ ലെങ്ത് ഉള്ളുണ്ട്. പിന്നെ പല ഉണ്ട്. നിങ്ങൾക്ക് കപ്പാസിറ്റി വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യുക, യൂസ് ചെയ്യുക. ഒക്കെ ഓൺലൈൻ ഷോപ്പിൽ ലഭ്യമാണ്. ഓക്കെ, നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇതിലൂടെ ഞാനൊന്ന് കാര്യം പറയാൻ വിട്ടുപോയി. ഇതിലൂടെ ഒരിക്കലും നിങ്ങൾ സൂര്യനെ നോക്കാൻ പാടുള്ളതല്ല. സൂര്യനെ നേരിട്ട് ഒരിക്കലും ഈ ടെലസ്കോപ്പിലോ ഏതൊരു ടെലസ്കോപ്പിലൂടെയും നിങ്ങൾ നോക്കരുത്. ഓക്കെ, അതൊക്കെ നിങ്ങൾ ശരി, കണ്ണിന് കേടാണ്. നിങ്ങൾ ഒരിക്കലും ഒരു കാരണവശാലും സൂര്യനെ നേരിട്ട് ഇതിലൂടെ നോക്കാൻ പാടുള്ളതല്ല. ഓക്കെ, ഇത് ഞാൻ ചെറിയൊരു ജസ്റ്റ് ഷൂട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഷൂട്ട് ഞാൻ ഏകദേശം അടുത്തുള്ളൊരു ഇപ്പോൾ നമ്മൾ ഉപഗ്രഹത്തിനൊന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊരു പ്രകൃതിയെ നമുക്ക് ഏതെങ്കിലും ഒന്ന് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. ഇത് ഈ ഐപ്പീസ് നിങ്ങൾ ഇവിടെ ലൂസായിരിക്കും. അപ്പോൾ ഇതിന് നിങ്ങൾ ഇൻസുലേഷൻ ചുറ്റിക്കൊടുത്താൽ ഓക്കെ, ഇവിടെ ഫിക്സഡ് ആയി ലെവലിൽ നിൽക്കും. ഇത് അങ്ങനെയാണ് ഇതിൻ്റെ സൈസ് വരുന്നത്. പക്ഷേ ഇൻസുലേഷൻ ഇവിടെ ചുറ്റി കഴിഞ്ഞാൽ ഇറങ്ങി നിൽക്കും. ഓക്കെ, ഇനി ഈ റിഫ്ലക്ടർ ഇല്ലേ, ഇത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇത് ഹാർഡ് ഡിസ്കിൻ്റെ ഇതാണ്. ഹാർഡ് ഡിസ്കിൻ്റെ മിറർ ഇതിൻ്റെ പറഞ്ഞാൽ ഡിസ്ക് എന്ന് പറഞ്ഞാൽ 2 സൈഡും റിഫ്ലക്ടറാണ് കേട്ടോ. ഇത് നിങ്ങൾ നോക്കണ റിഫ്ലക്ടർ ഇങ്ങോട്ട് വെച്ചാണ്. നിങ്ങൾ കണ്ണാടി വെക്കുമ്പോൾ അത് അങ്ങോട്ടാണ് വെക്കേണ്ടത്. ഇത് 2 സൈഡും റിഫ്ലക്ടറായത് ഇതിന് വരിക. കാരണം ഇത് ആ സൈഡും ഉണ്ട്, ഈ സൈഡും ഉണ്ട്. ഞാനൊരു സൈഡ് നല്ല ഭാഗം മാറ്റി അങ്ങോട്ട് വെച്ചാണ് കേട്ടോ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത ഷൂട്ട് കാണിച്ചു തരാം. ഇത് കുറച്ച് ഒരു 400 മീറ്റർ ഡിസ്റ്റൻസ് ഉള്ള ഒരു കായിങ്ങിൻ്റെ ഒരു ഇതാണ് കാണുന്നത്. ഓക്കെ, ഇത് ഞാൻ ക്യാമറ വെച്ചിട്ട് എടുക്കുകയാണ്. പക്ഷേ അത്ര ക്ലിയർ ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഇതിലൂടെ നോക്കുമ്പോൾ നല്ല ക്ലിയർ ആണ് കേട്ടോ. ഓക്കെ, നമ്മൾ വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. പ്രകൃതിയെയും അതുപോലെ തന്നെ നക്ഷത്രങ്ങളെയും വീക്ഷിക്കാൻ. പക്ഷേ ഇതിന് സ്റ്റാൻഡിൻ്റെ ആവശ്യമുണ്ട്. സ്റ്റാൻഡ് നിങ്ങൾ ഐഡിയ പ്രകാരം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അഭിപ്രായം കൂടിയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അത് ആവശ്യമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐഡിയ പ്രകാരം ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാം. കാരണം നന്നായിട്ട് തന്നെ ഫോക്കസ് ചെയ്യാൻ സാധിക്കും. ഇത് സ്വന്തം തന്നെ മതി. ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് മുകളിലോട്ട് നോക്കണമെങ്കിൽ ഒരു സ്റ്റാൻഡിൻ്റെ അത്യാവശ്യമുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഇതിൽ ഇനി സ്പ്രേ പെയിൻറ്റ് അടിക്കാണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെൻസുകളൊക്കെ ഊരി മാറ്റി വെച്ചിട്ട് സ്പ്രേ പെയിൻറ്റ് അടിക്കാം. ബ്ലാക്ക് പെയിൻ്റാണ് അടിക്കാറ് ടെലസ്കോപ്പിന്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കളർ നിങ്ങൾക്ക് അടിക്കാവുന്നതാണ്. ഓക്കെ, അടുത്ത വീഡിയോ ചിലപ്പോൾ ഞാൻ ഇടാൻ പോകുന്നത് ഇതിലും കപ്പാസിറ്റി കൂടിയ ടെലസ്കോപ്പിൻ്റെ ആയിരിക്കും. ചിലപ്പോൾ അടുത്ത വീഡിയോയിലൊക്കെ ഇടാൻ പോകുന്നത്. കാരണം ഇതിൻ്റെ മുന്നേ ഞാനൊരു ടെലസ്കോപ്പ് ഉണ്ടാക്കിയിരുന്നു. അത്യാവശ്യം കപ്പാസിറ്റി ഉള്ള ടെലസ്കോപ്പ് നമ്മൾ ഉണ്ടാക്കിയ വീഡിയോ ഉണ്ടായിരുന്നു. ഇതിൻ്റെ കയ്യിൽ കുറേ അതിൻ്റെ എല്ലാ വീഡിയോസും ഇട്ടിരുന്നു. ഓക്കെ, അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ കാണുക. ഓക്കെ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതുപോലെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, എന്നാൽ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ശുഭദിനം എല്ലാവർക്കും. ശുഭദിനം.